RC ഹോബീസ് എന്ന് കേട്ടിട്ടുണ്ടോ? റേഡിയോ കൺട്രോൾ ഹോബീസ് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ഒരു മത്സര ഇനമാണ് ഇത്. എന്താണ് RC ഹോബീസ് എന്ന് നമുക്കൊന്ന് നോക്കാം. സഹിനാറ്റൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടുവരാം. നമ്മൾക്കെല്ലാം അറിയാം RC ഹോബീസിനെ കുറിച്ച്. ഇന്ന് RC ഹോബീസിൻ്റെ ഒരു വിങ് ഇവിടെയുണ്ട്. അതിലെ ഇസ്ലു എന്ന് പറയുന്ന വ്യക്തി നമ്മോടൊപ്പം ചേരുകയാണ്. ഇസ്ലു, സാധാരണ വിദേശ രാജ്യങ്ങളിൽ മാത്രമായിരുന്നു സാധാരണ RC ഹോബീസൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് കൂടി ഇത് വ്യാപിച്ചിരിക്കുന്നു. അതെ, ഇതിൻ്റെ ഒരു കൾച്ചർ ഇവിടെ വളർന്നു വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി, നമ്മുടെ ടോക്സ് എന്ന് പറയുന്ന ക്ലബ്ബും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇസ്ലു, ഈ RC ഹോബീസ് എന്ന് പറയാൻ നേരത്ത് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകണമെന്നില്ല, അറിയാൻ പാടില്ലാത്ത ആളുകളുണ്ടാകുമല്ലോ. എന്താണ് ഈ RC ഹോബീസിൻ്റെ പ്രത്യേകത? എങ്ങനെയാണ് ഈ RC ഹോബീസ് നമ്മുടെ നാട്ടിലേക്കൊക്കെ എത്തിയത് എന്നൊന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഇത് ഓൾറെഡി നമ്മൾ എല്ലാവരും വണ്ടിഭ്രാന്തന്മാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വേർഷനായിട്ടാണ് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഇത് ടോയ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ഹോബി ആയിട്ടുള്ള ഹോബി ഗ്രേഡ്സ് കാറുകളാണ്. ഇതിൻ്റെ എല്ലാ പാർട്സുകളും നമുക്ക് മേടിക്കാൻ കിട്ടും, റിപ്പയറബിൾ ആണ്. സമാനമായ രീതിയിലുള്ള സെയിം സ്പെക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പെട്രോൾ ഒഴിച്ച് ഓടുന്ന കാറുകളൊക്കെ പെട്രോൾ ഒഴിച്ച് ഓടുന്ന കാറുകളാണ്. ഇപ്പോൾ വലിയ ടൈപ്പ് കാറുകളൊക്കെ പെട്രോൾ ഒഴിച്ച് ഓടുന്ന കാറുകളാണ്. മറ്റു കാറുകളൊക്കെ ബാറ്ററിയിലാണ്, EV മോഡല്. പിന്നെ നൈട്രോ ഫ്യൂൽ വെച്ച് ഓടുന്നുണ്ട്. ഇതിൻ്റെ റേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ബോംബെ, മൈസൂർ, ബാംഗ്ലൂർ, നമ്മുടെ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. പല റേസുകളും നടക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ കൂട്ടായ്മ വലുതായിട്ട് വരുന്നതാണ്. ഈ വാഹനങ്ങളൊക്കെ വിദേശത്ത് നിന്ന് തന്നെ ഇറക്കുന്ന വാഹനങ്ങൾ എല്ലാം പുറത്തുനിന്ന് വരുന്നതാണ്. നമുക്ക് ആ വാഹനങ്ങളൊക്കെ ഒന്ന് കാണാം. ഒരു റേസിംഗ് കാറിൽ എങ്ങനെയാണോ ഫ്യൂവൽ നടക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇവിടെയും. ഈ ഇന്ധനത്തിന് എത്ര രൂപയുണ്ട് ഈ ലിറ്ററിന്? ഇത് ഒരു ഗ്യാലനായിട്ടാണ് വരുന്നത്. അതിനിപ്പോ 8,000 രൂപ സംതിങ്ങോളം. 8,000 രൂപ. എന്തായാലും ഈ ടയറുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ടയറുകളിൽ എയറാണ് നടക്കുന്നതെങ്കിൽ ഈ ഇത്തരം വാഹനങ്ങളുടെ ടയറുകളിൽ ഫോം ആയിരിക്കും ഉണ്ടാവുക. ഈ ഒരു ടയറിനൊക്കെ കുറഞ്ഞത് 20,000 രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞത് വരും, സാധാരണ ഈ കാണുന്നത് പോലെ തന്നെ. എന്തായാലും ഹൈലി എക്സ്പെൻസീവ് ആണ് ഈ വാഹനം. ഈ RC ഹോബീസ് നമ്മൾ കരുതുന്ന പോലെയല്ല, രസകരമാണ്, പക്ഷേ കയ്യിൽ നിന്നും പണം നഷ്ടപ്പെടുന്ന ഒരു ഹോബി കൂടിയാണ്.